പ്രിയപ്പെട്ടവരെ, അൻസാർ പുളിക്കൽ. എന്താണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHD? എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? ആരിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്? എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ഉള്ളത് എന്നതിനെ കുറിച്ചുള്ള വളരെ ചെറിയൊരു വിശദീകരണമാണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന ADHD സാധാരണ കുട്ടികളിലാണ് കണ്ടുവരുന്നത്. വലുതാകുമ്പോൾ അതിന്റെ തീവ്രത കുറഞ്ഞു വരും. വലുതാകുമ്പോൾ പ്രത്യക്ഷത്തിൽ രോഗമുള്ളതായി പോലും തോന്നണമെന്നില്ല. കുട്ടികളിൽ ഉണ്ടാകുന്ന സാധാരണയായ മാനസിക വൈകല്യങ്ങളിൽ ഒന്നാണിത്. ലോകത്ത് 5 മുതൽ 8% വരെ കുട്ടികളിലാണ് ഈ അവസ്ഥ കാണപ്പെടുന്നതെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. കൂടുതലും ആൺകുട്ടികളിലാണ് കാണപ്പെടുന്നത്. ADHD കുട്ടികളുടെ പഠനത്തെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്നു. ഈ രോഗത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ശ്രദ്ധക്കുറവ്. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക. ഹൈപ്പർ ആക്ടിവിറ്റി, അടങ്ങിയിരിക്കാതെ ഓടി നടക്കുകയോ അമിതമായി കലഹിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുക. എടുത്തുചാട്ടം, ചിന്തിക്കാതെ തിടുക്കത്തിൽ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുക, സംസാരിക്കുക. എന്തൊക്കെയാണ് ADHD എന്ന രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. എല്ലാ കുട്ടികളിലും ലക്ഷണങ്ങൾ ഒരേപോലെ ആവണമെന്നില്ല. ശ്രദ്ധക്കുറവ് മുതൽ ഹൈപ്പർ ആക്ടിവിറ്റി വരെ ഇതിന്റെ ലക്ഷണങ്ങളായി വരാം. ഒന്നിലും ശ്രദ്ധിക്കാതിരിക്കുക, മറന്നു പോവുക, എളുപ്പത്തിൽ ശ്രദ്ധ മാറിപ്പോവുക, ഒരു ടാസ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് പൂർത്തിയാക്കാതിരിക്കുക, കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ സമയമെടുക്കുക, വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, ഒരിടത്ത് അടങ്ങിയിരിക്കാതിരിക്കുക, ചിന്തിക്കാതെ പ്രവർത്തിക്കുക, വരിയിലോ കളിയിലോ തങ്ങളുടെ ഊഴം വരുന്നത് വരെ ക്ഷമിക്കാൻ സാധിക്കാതിരിക്കുക, സംഭാഷണത്തിൽ ആളുകളെ തടസ്സപ്പെടുത്തുക, ചോദ്യം ചോദിച്ച് തീരും മുമ്പ് വീണ്ടും വിചാരമില്ലാതെ ഉത്തരങ്ങൾ പറയുക, മറ്റുള്ളവരുടെ സാധനങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അതേസമയം രോഗമില്ലാത്ത കുട്ടികളും ഇത്തരം ശീലങ്ങൾ കാണിച്ചെന്നു വരും. ലക്ഷണങ്ങൾ ആവർത്തിച്ചു വരികയാണെങ്കിൽ രോഗം ഉള്ളതായി സംശയിക്കാം. എന്തൊക്കെയാണ് ഈ അസുഖത്തിന്റെ കാരണങ്ങൾ എന്ന് നോക്കാം. ADHDയുടെ കാരണങ്ങൾ ഇനിയും വ്യക്തമായി വരുന്നതേയുള്ളൂ. താഴെ പറയുന്ന കാരണങ്ങൾ ഒരു ഘടകമായേക്കാം, ഈ രോഗത്തിന്റെ ഘടകമായേക്കാം എന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. ജനിതക കാരണം ഇതിന് ഒരു ഘടകമായി പറയപ്പെടുന്നു. ചെറുപ്പത്തിലെ മാനസികാഘാതം ഉണ്ടാക്കുന്ന ഏതെങ്കിലും അനുഭവം, മാസം തികയാതെ ജനിക്കുന്നത്, മസ്തിഷ്കക്ഷതം, ചെറുപ്പത്തിൽ ലെഡ് പോലുള്ള പരിസ്ഥിതിയിലെ വിഷവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നത്, ഗർഭകാലത്ത് അമ്മ പുകവലിക്കുകയോ മദ്യം ഉപയോഗിക്കുകയോ കടുത്ത സമ്മർദ്ദത്തിലൂടെയോ കടന്നു പോകുന്നത്, ഇവയെല്ലാം ഈ രോഗത്തിന്റെ കാരണങ്ങളായി പറയുന്നു. എന്തൊക്കെയാണ് ADHD എന്ന രോഗത്തിന്റെ ചികിത്സ? നിങ്ങളുടെ കുട്ടിക്ക് ADHDയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാവുന്നതാണ്. സ്വഭാവ വൈകല്യങ്ങളുള്ള കുട്ടികളെ കാര്യം അറിയാതെ ശിക്ഷിക്കുന്നതിന് പകരം സൈക്കോളജിസ്റ്റിന്റെയോ സൈക്യാട്രിസ്റ്റിന്റെയോ സഹായം തേടാവുന്നതാവും ഉചിതം. പക്ഷേ രോഗലക്ഷണങ്ങൾ ചികിത്സയിലൂടെ നിയന്ത്രിക്കാൻ കഴിയും. കൂടാതെ കുട്ടിയുടെ ദൈനംദിന പ്രവർത്തനം മെച്ചപ്പെടുത്താനുമാവും. വീട്ടിലും സ്കൂളിലും ഒരേപോലെ കുട്ടികൾക്ക് ശ്രദ്ധ ലഭിക്കേണ്ടതുണ്ട്. മരുന്നും ഫിസിയോതെറാപ്പിയും പരിശീലനങ്ങളുമാണ് ചികിത്സയിൽ പ്രധാനം. എന്താണ് ADHD? ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ പരിഹാര മാർഗങ്ങൾ എന്നതിനെ കുറിച്ചുള്ള വളരെ ചുരുങ്ങിയ ഒരു വിശദീകരണമാണ് നാം ഇന്ന് ക്ലാസ്സിൽ നടത്തിയത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. ബൈ. ജയ് ഹിന്ദ്.